വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഇതിൽ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് അല്പസമയം ശ്രമിക്കാം. ദൈവസന്നിധി ശരണപ്പെടുന്നു. മോശ ദൈവത്തിൻ്റെ ഒരു അഭിഷക്തനാണ്. മോശയുടെ ജീവിതത്തിൽ വളരെ കഷ്ടവും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു അഭിഷക്തനാണ് മോശ. മോശ ഒരിക്കൽ ആട്ടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീനിയ മലയിൽ നിന്നും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. മോശെ മോശെ എന്നാണ് ദൈവം വിളിക്കുന്നത്. ഞാൻ അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നാണ് മോശയോട് സംസാരിക്കുന്നത്. പക്ഷെ മോശ കണ്ട ആ സംഭവം, അതായത് മുൾപ്പടവുകൾ വെന്തുരുകുന്ന ഒരു അനുഭവമാണെന്ന് മോശ കണ്ടത്. പക്ഷെ ആ പടപ്പ് അല്ലെങ്കിൽ മുൾപ്പടപ്പ് പച്ചയായിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷെ അതിൻ്റെ മേൽ കൂടെ തന്നെയാണ് ഈ തീ കത്തുന്നത്. ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ് മോശ കാണുന്നത്. മോശയെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഇത് വിശുദ്ധ സ്ഥലമായിരിക്കുക, ഇത് കാലിലെ ചെരുപ്പ് ഊരി കളയും എന്നാണ് മോശയോട് പറഞ്ഞത്. മോശ ആട്ടിനെ മേയ്ക്കുന്നെങ്കിലും ചെരുപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മുൾപ്പടപ്പിൽ കൂടെ കത്തിയ തീ പിന്നെ കണ്ടില്ല. അത് പച്ചപ്പടപ്പ് തന്നെ നിൽക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ മാർക്കോസിൻ്റെ മാളികയിൽ 120 പേര് കൂടി ആരാധിച്ചപ്പോൾ അവിടെ അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷനായി. അഗ്നിനാവുകൾ പിളർന്നിരിക്കുന്നതായി അവർ കണ്ടു. അതൊരു അത്ഭുതകരമായ ഒരു സംഭവമാണ്. കാരണം അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. അവർ അന്യഭാഷകളെ നിറഞ്ഞു എന്നാണ് അവർ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ചു. പലരും പറഞ്ഞ് ലഹരി പിടിച്ചിട്ട് ഇവർ വെള്ളമുണ്ടാക്കുകയാണെന്ന്. എന്നാൽ അനേക സ്ഥലങ്ങളിൽ നിന്ന് പലരും വന്ന്, പല രാജ്യങ്ങളിൽ നിന്നൊക്കെ, പല ഭാഷകളിൽ നിന്നൊക്കെ അനേകർ വന്ന് ദൈവത്തെ സ്തുതിപ്പാനിടയായി. എന്നാൽ എനിക്കൊരു സംഭവം പറയാനുള്ള ആലോചന എന്ന് പറയുന്നത്, 120 പേര് കൂടിയ പെന്തക്കോസ്ത് നാളിൽ യഹൂദന്മാരുടെ ഒരു പ്രധാനപ്പെട്ട പെരുന്നാളാണ് പെന്തക്കോസ്ത്. പല പെരുന്നാളുകളുണ്ട് എങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ചില ബന്ധക്കോസുകാരെന്ന് വിളിക്കുന്നവരുണ്ട്. ബന്ധക്കോസുകാരെന്നുള്ള പേരൊന്നും പദമൊന്നുമില്ല, മനുഷ്യൻ ചുമ്മാ പേരിട്ടിരിക്കുക. പക്ഷേ ഈ പെരുന്നാളിൻ്റെ പേരാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. അന്ന് അവർ കൂടിയിരുന്നപ്പോൾ ദൈവാത്മാവോട് വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞൊന്ന് വിഷയം എന്ന് പറയുന്നത്, 120 പേര് കൂടിയ ഒരു ആരാധനയിൽ ഇന്ന് ലക്ഷോപക്കോടി ജനങ്ങളാണ് ലോകത്തിലുള്ളത്, ദൈവത്തെ ആരാധിക്കുന്നത്. മാത്രമല്ല 2000 തലമുറകളോ അപ്പുറമായി കഴിഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു അല്ലെങ്കിൽ ജാതനായിട്ട് അല്ലെങ്കിൽ ആരാധന തുടങ്ങിയിട്ട് പോലും ഏകദേശം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അനേക തലമുറകൾ, ഒരുപാട് തലമുറകൾ കഴിഞ്ഞുപോയി. 1000 2000 തലമുറ കഴിഞ്ഞുപോയി. അനേകർ യേശുവിനെ വിശ്വസിച്ചു. ഇന്നും ആ ഒരു ആരാധന നശിച്ചിട്ടില്ല. ഇന്നും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ മഹത്വത്തെ ഓർത്ത് വർണ്ണിച്ചാൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാൽ മതിവരില്ല. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഒരു അത്ഭുതം, അതായത് തീ അഗ്നിനാവുകൾ പിളർന്നിരിക്കുന്നതായി കണ്ടത്. അഗ്നിനാവുകൾ പിളർന്നിരിക്കുന്നു, തീ പോലെ കണ്ട്. അതൊരു ഭയങ്കര അത്ഭുതമായ ഒരു കാര്യമാണ്. ഈ തീ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ശത്രുക്കന്മേൽ ശബ്ദത്തിന് ഇങ്ങനെ തീപ്പൊഴുകി തള്ളിയിട്ടപ്പോൾ അവിടെ യഥാർത്ഥ തീയാണ്. ജനം അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ നോക്കിയപ്പോൾ തീയിൽ 3 ബാലന്മാരെ വലിച്ച് എറിഞ്ഞെങ്കിലും അവർ വെന്തുപോകാതെ അവരവിടെ നിൽക്കുകയാണ്. തീയുടെ ചൂട് കിടത്തി ദൈവം. അത് യഥാർത്ഥമായ തീയാണ്. രണ്ടാമത് പെന്തക്കോസ്ത് നാളിൽ അഗ്നിനാവുകൾ പ്രത്യക്ഷനായി പിളർന്നിരിക്കുന്ന നാവുകൾ കണ്ടെങ്കിൽ
അത് പരിശുദ്ധാത്മാവാണ്. സീനിയാൻ മുൾപ്പടവ് കത്തുന്നതായി കണ്ടെങ്കിലും യഥാർത്ഥ തീയല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീയാണ്, അഭിഷേകമാണത്. അതിങ്ങനെ ജ്വലിക്കുന്നതായി മോശ കണ്ടു. ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. നമ്മുടെ അക്ഷരമായ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ദൈവാത്മാവിൻ്റെ ഒരു വലിയ പ്രവൃത്തി ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. ഞാൻ പറഞ്ഞു വന്നത് അത്ഭുതമായ ഒരു സംഭവമാണ് ജനം കണ്ടത്. ആ കാഴ്ചയിൽ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണെന്ന്. ദൈവപ്രവൃത്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം മാറിയിട്ടില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മാറിയിട്ടില്ല, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ മാറിയിട്ടില്ല. ദൈവം ഇന്ന് ജനങ്ങൾക്ക് വിടുതൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ ഒരു വിടുതലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കുവാനും ശക്തീകരിക്കാനായിത്തീരും. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. ദൈവം അത്രമാത്രം ദൈവത്തിൻ്റെ ശക്തമായ വിടുതലുകളെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവം ഒന്നും വെറുതെ പറയില്ല. ദൈവം എല്ലാ സംഭവങ്ങളും വളരെ സംഭവിതമായ രീതിയിലുള്ള വാക്കുകളാണ് ദൈവം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. ദൈവം പറയുന്നതെല്ലാം സംഭവിക്കും. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നതാണ്. കോഴി തൻ്റെ ഉടയവനെ, കഴുത തൻ്റെ യജമാനെ അറിയുന്നത്. സ്തോത്രം. പ്രൈസ് സ്തോത്രം. ദൈവം തൻ്റെ യജമാനെ ദൈവം ആക്കിയിരിക്കുന്നത് ദൈവത്തെയാണ്. അവർ ദൈവത്തെ അറിയുന്നതെന്നാണ്. നമ്മുടെ യജമാനായ കർത്താവ് യേശു ക്രിസ്തുവാണ്. എല്ലാ ജീവജാലങ്ങളും ദൈവത്തെ അറിയുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവുള്ളത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ചിലർ പറയും ശരീരമൊക്കെ വെള്ളമുള്ളൂ, വേറൊന്നുമില്ല, അകത്ത് വെള്ളം നിറഞ്ഞിരിക്കുക, ചോര, അതുപോലെ ഭക്ഷണം കഴിക്കുന്ന വെള്ളമൊക്കെ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. അങ്ങനെയൊന്നുമല്ല. ദൈവത്തിൻ്റെ ഉള്ളിൽ അല്ല, മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അത് മനുഷ്യൻ ദൈവം നൽകിയിരിക്കുന്ന ആത്മാവാണ്. ദേഹിക ആത്മാവ്. അതുകൊണ്ട് ദൈവത്തിന് വചനം ഞാൻ പറയുന്നത്, ഒരുവൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അപ്പോൾ ആത്മാവിനെ നഷ്ടമാക്കുക എന്ന് പറയുന്നത് ദൈവത്തെ അറിയാതെ ജീവിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം തന്നിരിക്കുന്ന ആത്മാവ് നമ്മൾ നഷ്ടമാവുകയാണ്. ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചാൽ ആത്മാവിന് പ്രയോജനമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആത്മാവിലാണ് ദൈവം അടങ്ങിയിരിക്കുന്നത്. ജഡീക മനുഷ്യനിൽ ഒരാത്മാവുണ്ട്. ആത്മാവ് നമുക്ക് ആലോചന നൽകി നടത്തുവാനിടയിൽ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ദേഹിയൊക്കെ നശിക്കും, പക്ഷെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ എന്തൊക്കെ നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കിയാൽ പ്രയോജനം. നഷ്ടമാക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവിനെ അറിയാതെ ജീവിച്ചാൽ അതൊരു നഷ്ടം തന്നെയാണ്. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക, അതാണ് നഷ്ടമല്ലാത്തൊരു ജീവിതം. എല്ലാവരും ഇങ്ങനെ ജീവിക്കുന്നു, എല്ലാവരും ഇങ്ങനെ പോകുന്നു എന്നുള്ളതല്ല. നാം ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ അത് പ്രയോജനപ്പെടും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ പലതുമൊക്കെ പറയും. കാരണം എന്ന് പറഞ്ഞാൽ സഹോദരൻ, അവർക്ക് പ്രൈസലാമേ, അവൻ പ്രയോജനമില്ല, ഇവള് പ്രയോജനമില്ല എന്നൊക്കെ പറയും. പക്ഷേ ദൈവത്തിൽ നാം ആശ്രയിച്ച് ശരണം പ്രാപിച്ച് ദൈവിക വഴികളിൽ ജീവിച്ചാൽ നമുക്ക് പ്രയോജനം ഉണ്ടാവും. മനുഷ്യൻ്റെ ജീവിതവും കന്നാലിയുടെ ജീവിതവും രണ്ടാ. മനുഷ്യൻ ഒരു കന്നാലിയെ പോലെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ ഒരു കന്നാലിയല്ല, മനുഷ്യൻ തന്നെയാണ്. മനുഷ്യനിൽ കന്നാലിയുടെ സ്വഭാവം ഒരുപക്ഷെ അടങ്ങിയിരിക്കുന്നെങ്കിൽ അത് വളരെ മോശമായ ജീവിതമാണ്, പ്രയോജനമില്ലാത്ത ജീവിതമാണ്. അതുകൊണ്ട് ദൈവത്തിന് വചനം പറയും, ദുഷ്ടന്മാരുടെ ആൽപ്പടം നടക്കാതെയും പാവിയുടെ വഴി നിൽക്കാതെയും പരിഹാസരുടെ ഇടപാട് തിരിക്കാതെയും
യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ രാപ്പകൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ പ്രയോജനമുള്ളവരായി തീരും. വൃദ്ധന്മാരുടെ ആലോചന പ്രകാരം നടന്നാൽ പ്രയോജനമില്ല. പാവിയുടെ വഴി നിന്നാൽ പ്രയോജനമില്ല. പ്രകാശയുടെ ഇരിപ്പടുത്തിരുന്നാൽ പ്രയോജനമില്ല. എന്നാൽ ദൈവത്തിൻ്റെ അരികിൽ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിച്ചാൽ പ്രയോജനമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ദൈവ ആലോചന ജീവിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കാനിടയായിത്തീരും. ദൈവം നമുക്ക് സങ്കേതമാണ്, ദൈവം നമുക്ക് കോട്ടയാണ്, ഒരു നാളും കൈവിടില്ല. ദൈവം നമ്മെ നടത്തുവാനിടയായിത്തീരും. നമ്മുടെ ആന്തരികമായ വിഷയമെന്ന് പറയുന്നത് നമ്മെ അത്ഭുതകരമായി വിടുവിച്ച് അത്ഭുതകരമായി നടത്തുവാൻ ഇടയായിത്തീരും. യഹോവയുടെ കരം സ്തോത്രം കുറുകിയിട്ടില്ല, ദൈവത്തിൻ്റെ വാ മന്ദമായിട്ടില്ല. ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. യഹോവ ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ചെവി ചായ്ച്ച് കേട്ട് ഉത്തരം പറയുന്ന ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം അങ്ങനെ എഴുതിയിരിക്കുന്നത്, ചെവി ചായ്ച്ച് കേട്ട് ഉത്തരം പറയുന്നു. എന്നാലും ചോദിക്കുക, പ്രേക്ഷകളോ, നാം എന്തു പറയുന്നു എന്നുള്ളത് ദൈവം കേൾക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത്ര വലിയ സ്നേഹം നൽകുന്ന ദൈവത്തിൻ്റെ കരുതലുകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. നാം പ്രാർത്ഥിക്കുമ്പോഴും നാം ആരാധിക്കുമ്പോഴും നാം സ്തുതിക്കുമ്പോഴും ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ളവരായി തീരാനായി പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മെ അനുഗ്രഹിക്കാനിടയായിത്തീരും. ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറണം. ദൈവത്തിന് പ്രയോജനമുള്ളതായി മാറുമ്പോൾ മനുഷ്യനും പ്രയോജനമുള്ളതായി മാറും. ദൈവസന്നിധിയിൽ ക്ലിയർ ആകുമ്പോൾ മനുഷ്യരുടെ ഇടയിലും ക്ലിയർ ആകും. ചിലർ പറയില്ല, സാക്ഷ്യമില്ല എന്നൊക്കെ ജീവിക്കുന്നു പറയും. മനുഷ്യൻ്റെ സാക്ഷിയൊന്നും ആവശ്യമില്ലായിരുന്നു കർത്താവിന്. നമുക്ക് അതുപോലെ ദൈവം സാക്ഷിയുണ്ട് നമ്മൾ എങ്ങനെ ആയിരിക്കുന്നത്. മനുഷ്യൻ്റെ സാക്ഷിയൊന്നും വേണ്ട. മനുഷ്യൻ നാളെ ഒരു പക്ഷേ നല്ലത് പറയും, പിറ്റേന്ന് അത് മോശമായി പറയും. മനുഷ്യൻ്റെ സഹിതം അങ്ങനെ. പക്ഷെ ദൈവം സാക്ഷിയായി നിന്ന് കഴിഞ്ഞാൽ